ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റിന്റെ രക്ഷാധികാരികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷിക പൊതുയോഗത്തിനാണ് ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ്. നിർദ്ധരരും നിത്യരോഗികളുമായ ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും ഒക്കെ വാങ്ങി നൽകിയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ടുമൊക്കെയാണ് നമ്മുടെ ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു സാമൂഹിക ഇടപെടലുകളും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ, അതും ആയുർവേദ, ഹോമിയോ, അലോപ്പതി വിഭാഗ ക്യാമ്പുകൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യമം പോലത്തെ നാട്ടിൽ വ്യാപിച്ചു ഇത്തരം ഇതികൾക്കെതിരെയുള്ള ബോധവൽക്കരണം, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ സമയത്ത് വരുന്ന അനാവശ്യ പരീക്ഷ പേടി അകറ്റുന്നതിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസുകളും, അതുപോലെ നമ്മുടെ പ്രദേശത്ത് നിന്നും നേടുന്ന പ്രതിഭകളെ, കുട്ടികളെയൊക്കെ നമ്മളൊക്കെ നടത്താറുണ്ട്. ഈ പരിപാടിയിൽ നമ്മുടെ നാട്ടിൽ നിന്നും നമുക്കൊക്കെ അഭിമാനമായി കോഴിക്കോട് വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് SOB യിൽ 100 മീറ്ററിലും ലോങ് ജമ്പിലുമൊക്കെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നിവാസ് എലിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് നിന്നും സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സെലക്ഷൻ കിട്ടിയ സുബിൻ ബാബുവിനെയൊക്കെ നമ്മൾ ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ഇതുപോലെ നാട്ടിൽ നടക്കുന്ന നിരവധി നമ്മുടെ കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് നിരവധി പ്രോത്സാഹന മൊമെന്റുകളൊക്കെ നമ്മൾ നൽകാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ പറമ്പിൽ രൂപീകൃതമായ ട്രസ്റ്റ് ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പത്തെ അവസ്ഥയും ഇപ്പോൾ ഒരുപാടൊന്നും നമ്മൾ ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ഇക്കഴിഞ്ഞ കാലയളവിനിടയിൽ നിരവധി, ഏകദേശം ഈ വർഷം തന്നെ 5 ലക്ഷത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഖ്യയിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും നിരവധി ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്.